വള്ളസദ്യ അതിനുള്ള സമയമായി വരുന്നുണ്ട്. ആഹാ, അങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലി ചോദിച്ച് വാങ്ങി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അതിൻ്റെ ഒരു രസം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ പഴമ, ഐതിഹ്യം ഇതൊക്കെ അറിയില്ലേ? അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് നാളെയാണ് തുടക്കമാകുന്നത്. വഴിപാട് വള്ളസദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പള്ളിയുടെ സേവാസംഘം അറിയിച്ചു. 550 വള്ളസദ്യകൾ വരെ നടത്താനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കിയെന്നും സേവാസംഘം പ്രസിഡന്റ് സാമ്പദേവൻ പറഞ്ഞു. ജൂലൈ 19 ആരംഭിക്കുന്ന വഴിപാട് വള്ളസദ്യകൾ സെപ്റ്റംബർ 16 അവസാനിക്കുന്നത്. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 കരകളിലെ പള്ളിയോടങ്ങൾ വഴിപാടനുസരിച്ച് വള്ളസദ്യയിൽ പങ്കെടുക്കും. പഞ്ചപാണ്ഡവരിൽ അർജുനൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. ഇക്കൊല്ലം 550 വള്ളസദ്യകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 18 സദ്യാലയങ്ങൾ, അതിനാവശ്യത്തിന് ആളുകൾക്ക് വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം, ശൗചാലയങ്ങൾ, അതുപോലെ എല്ലാ വന്നു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ, പാർക്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പള്ളിയോട സേവാസംഘവും സർക്കാർ തലത്തിലും ദേവസ്വം ബോർഡിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ വഴിപാട് വള്ളസദ്യകൾ 542 കടന്നാൽ റെക്കോർഡാകും. 500 സദ്യകൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാടുകാർക്ക് പുറമെ മറ്റുള്ളവർക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദിവസം 360 പേർക്ക് 300 രൂപ പ്രകാരം സദ്യ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. armula.boatraice.com എന്ന വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ പ്രകാരം ദിവസം 360 പേർക്ക് സദ്യ നൽകുന്നു. KSRTC ഇപ്പോൾ 89 ഡിപ്പോകളിൽ നിന്നായി ദിവസം 9 മുതൽ 10 സർവീസുകൾ നടത്തുന്നു. 500 പരം ആൾക്കാർ ദിവസം പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിൽ അവർക്ക് സദ്യ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പള്ളിയോടങ്ങൾക്ക് ക്ഷേത്രക്കടവിൽ സുഗമമായി അടുക്കുന്നതിന് നദിയിലെ പുറ്റുനീക്കൽ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഓഗസ്റ്റ് 30 ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള. അഷ്ടമിരോഹിണി സമൂഹ സദ്യ സെപ്റ്റംബർ 4 നടക്കും. സെപ്റ്റംബർ 16 വരെ 60 ദിവസമാണ് വഴിപാട് വള്ളസദ്യകൾ നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.